chemistry, biology second chapter, 9th biology second chapter, first term in the last chapter aane ee sambhavam ennu parayunnathu. Okay, so tissues ennu parayunnathu valiya kuഴപ്പമില്ലാത്ത സംഭവമാണ്. നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ടിഷ്യൂസിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് സാധനങ്ങൾ പഠിക്കാനുണ്ട്. ബേസിക്കലി രണ്ടെന്ന് പറയാൻ പറ്റില്ല, ടിഷ്യൂസ്. ഓക്കെ, ടിഷ്യൂസിലെ ഇമ്പോർട്ടൻസ് ഓഫ് ടിഷ്യൂസ് എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. പിന്നെ പ്ലാന്റ് ടിഷ്യൂസ് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ആനിമൽ ടിഷ്യൂസ് പഠിക്കാനുണ്ട്. ആനിമൽ ടിഷ്യൂസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇമ്പോർട്ടൻസ് ആൻഡ് വാട്ട് ഇസ് ടിഷ്യൂ എന്നുള്ളത് ഒബ്വിയസ്ലി നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇഫ് യു സീ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? സി യു നോ എവ്രി ഓർഗാനിസം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ ലോട്ട് ഓഫ് സെൽസ് ആൻഡ് സെൽസ് ആൻഡ് സെൽസ് അല്ലെ. സി ദീസ് സെൽസ് ആർ ഗോയിങ് ടു, അപ്പൊ ചില ഹയർ ഓർഗാനിസംസിൽ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they join together, cells join together. Okay, cells join together to form some kind of tissue. Okay, tissues are ultimately join ചെയ്തിട്ട് organs ആയിട്ട് മാറുന്നത്, organs ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഇപ്പൊ സെൽസ് എന്ന് പറയുന്നത് സിമ്പിൾ, ഒരു ന്യൂറോൺ എന്ന്, നെർവ് സെൽ. ഓക്കെ, ന്യൂറോൺ എന്നൊരു സെൽ ഉണ്ടാവും. അതേപോലെ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ടിഷ്യൂ ഉണ്ടാവും. ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഇസ് എൻ ഓർഗൻ. ഓൾറൈറ്റ്, അതേ ഓർഗൻ ഇസ് ഗോയിങ് ടു ജോയിൻ ടുഗെദർ ടു ഫോം ഓർഗൻ സിസ്റ്റം വിച്ച് ഇസ് നെർവസ് സിസ്റ്റം. ഓക്കെ, മൊത്തത്തിലുള്ള എന്താ പറയാ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ lot of complicated system, അതായത് full communication system. ഇതെല്ലാം organ system അല്ലെങ്കിൽ digestive system is there. ഇവര് ബ്രെയിൻ ചേർന്നിട്ടല്ല ഉണ്ടാവുന്നത്, digestive system അല്ലെങ്കിൽ respiratory system, ഇതെല്ലാം organ systems ആണ്. അപ്പൊ സെൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ടിഷ്യൂസ് ഉണ്ടാവും. ടിഷ്യൂസ് എന്ന് പറയുന്ന പല ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ സെല്ല് കമ്പൈൻ ചെയ്തിട്ട് ടിഷ്യൂ ഉണ്ടാവുന്നത്? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റി തന്നെ എടുത്തു എന്ന് വിചാരിച്ചോ. സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽ ആൾക്കാരുണ്ട്. ഇൻഡിവിജ്വൽ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ there are multiple offices out there. ഓഫീസസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ടുഗെദർ. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ടുഗെദർ ആൻഡ് ഡൂയിങ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ. സോ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുന്ന പണി, അപ്പുറത്തെ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന പണി. Okay, and together they are forming a society. അപ്പൊ ഓരോരോ ഓഫീസുകാര് they are doing a specific function, because of which the society is working very efficiently. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരാൻ, എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമ്മൾ എന്ത് പറയും, ഇന്ന ഓഫീസുകാർ ഈ പണി ചെയ്യും. അപ്പൊ ഈ ടിഷ്യൂസ്, ഈ സെല്ലുകളെല്ലാം ചേർന്നിട്ട് ഈ ടിഷ്യൂ ഉണ്ട്, ഈ ടിഷ്യൂ ഈ പണി ചെയ്തോ, ആ ടിഷ്യൂ ആ പണി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വി ഡിവൈഡ് ദ ലേബർ. ലെക്ചർ നോട്ട് എഴുതണ കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്ന പോയിന്റ്സ് എല്ലാം ലെക്ചർ നോട്ട് എഴുതണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. സോ വിൽ സ്റ്റാർട്ട് ഓഫ് അഗൈൻ. ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ എടുത്തു വിചാരിച്ചു. ലിവിങ് ഓർഗാനിസം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് യൂണിസെല്ലുലർ ലിവിങ് ഓർഗാനിസംസ്, അതേപോലെ തന്നെ മൾട്ടി സെല്ലുലർ ലിവിങ് ഓർഗാനിസം. യൂണിസെല്ലുലർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഓൺലി വൺ സെൽ ഇസ് ദേർ, ഒരൊറ്റ സെല്ലേ ഉള്ളൂ. മൾട്ടി സെല്ലുലർ ഓർഗാനിസം മീൻസ് മൾട്ടിപ്പിൾ സെൽ, മോർ ദാൻ വൺ. Lot of cells are there, going to be there. All right, appo unicellular example endane very famous one which is amoeba. appo ee amoebയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമീബയ്ക്ക് ഒരു പ്രശ്നമില്ല, ഒറ്റ സെല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മുടെ ഒരു ഐലൻഡിൽ പോയിട്ട് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കില്ലേ, ആ പരിപാടിയാണ്. അതായത് അങ്ങേര് തന്നെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങേര് തന്നെ കഴിക്കണം, അങ്ങേര് തന്നെ വീട് ഉണ്ടാക്കണം. He has to do everything. That's the only thing, right? See, this particular guy, this particular cell has to do everything. It has to move, it has to do movement, it has to, take in nutrition ഇത് തന്നെ ചെയ്യണം, റെസ്പിറേഷൻ ഇത് തന്നെ ചെയ്യണം, എക്സ്ക്രീഷൻ ഇയാൾ തന്നെ ചെയ്യണം, സർക്കുലേഷൻ ഇയാൾ തന്നെ ചെയ്യണം. എവ്രിതിങ് ഇറ്റ് ഹാസ് ടു ഡു. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുത്തു വെച്ചാൽ ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം ഡൈജഷൻ, ഇപ്പൊ ഫറയുടെ
തലയിൽ ബ്രെയിനിൽ ഡൈജഷൻ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫറയുടെ ബ്രെയിനിൽ ഡൈജഷൻ നടക്കുമോ? നടക്കില്ല. അപ്പൊ ദിയയുടെ വയറിൽ ചിന്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയയുടെ വയറിൽ ചിന്തിക്കോ? ചിന്തിക്കില്ല. ബിക്കോസ് ദർ ഇസ് സ്പെസിഫിക് ഡിവിഷൻ ഓഫ് ലേബർ. Brain does the thinking thing, memorizing thing, language thing, all those things. The stomach is specifically dedicated for digestion. അങ്ങനത്തെ കാര്യങ്ങൾ. So there is a very serious division of labor which happens. അതേ സമയം അമീബയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ഫുഡ് വന്നോ ഞാൻ തന്നെ കഴിക്കും, എക്സ്ക്രീറ്റ് ചെയ്യണോ ഞാൻ തന്നെ എക്സ്ക്രീറ്റ് ചെയ്യാം, എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യണോ ഞാൻ തന്നെ മൂവ് ചെയ്യും. ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ. അതേസമയം in multicellular organisms like human beings, there are millions of cells which are out there. Millions of cells are there. So most of the cells are going to be very, very specialized. കട്ട സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതില് അപ്പൊ എങ്ങനെയാ ഇത് എഫിഷ്യന്റ് ആവണേ? എങ്ങനെയാ എഫിഷ്യന്റ് ആവണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ഇറ്റ് ഇസ് വെരി മച്ച്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ സ്റ്റൊമക്കിനെ നമ്മൾ എടുത്തു വിചാരിച്ചു. സ്റ്റൊമക്ക് അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക് ഇസ് ദർ. സ്റ്റൊമക്കിന്റെ ഓരോരോ സെല്ലും, സ്റ്റൊമക്കിന്റെ എവ്രി സെൽ ഓഫ് ദ സ്റ്റൊമക്ക്, എവ്രി സെൽ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അവര് രൂപം മാറിയിട്ട് ദേ സ്യൂട്ട് ദെംസെൽസ് ഫോർ ദ ഫങ്ഷൻ ഓഫ് ഡൈജഷൻ. അതേസമയം നമ്മുടെ ബ്രെയിനിന്റെ എടുത്തു എന്ന് വിചാരിച്ചു. ബ്രെയിന് ഡൈജഷനെ പറ്റിയിട്ട് ആലോചിക്കണം കൂടിയില്ല. ആരെങ്കിലും എനിക്ക് ഭക്ഷണം തന്നോളൂ. ലെറ്റ് മീ തിങ്ക്, ലെറ്റ് മീ കോർഡിനേറ്റ് എവ്രി വൺ, ലെറ്റ് മീ മെമ്മറൈസ്. ഐ ഹാവ് ചേഞ്ച്ഡ് മൈസെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് I do only the function that is very important for me. അപ്പൊ അവരുടെ രൂപം മാറിയിട്ടുണ്ട്, അവരുടെ ഷേപ്പ് മാറിയിട്ടുണ്ട്, അവരുടെ കെമിക്കൽസ്, അവരുടെ ഉള്ളിലത്തെ കെമിക്കൽസ് മാറിയിട്ടുണ്ട്. എവറിത്തിങ് ചേഞ്ചസ് ഇൻസൈഡ്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഇലക്ട്രിസിറ്റി തരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ളവർക്ക് വാട്ടറിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? വാട്ടറിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരുടെ അറിവ് മുഴുവൻ ഇലക്ട്രിസിറ്റിനെ പറ്റിയിട്ടായിരിക്കും. They will suit themselves to work in the best way possible in the electricity office. അതേപോലെ stomach is going to be highly dedicated to the purpose of digestion, which obviously will increase the efficiency in the work they do. Did you understand? So this particular division of labor is going to be very, very important because it terribly and highly makes the it actually improves the efficiency of every function they do. Okay. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഓർഗാനിസംസ് രണ്ടെണ്ണുണ്ട്, യൂണിസെല്ലുലറും ഉണ്ട്, മൾട്ടിസെല്ലുലറും ഉണ്ട്. ഓക്കെ. യൂണിസെല്ലുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസംസ് ഹാവ് ഓൺലി വൺ സെൽ. അതുപോലെ തന്നെ മൾട്ടിസെല്ലുലർ ഓർഗാനിസംസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സെൽസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഓക്കെ. വാട്ട് ഈസ് മെൻ ബൈ ഡിവിഷൻ ഓഫ് ലേബർ? ഓരോരോ ആൾക്കാർക്കും വേറെ വർക്കുകളാണ് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ. നൗ കമ്മിങ് ടു multicellular organismത്തിൽ there will be division of labor എന്ന് നമ്മൾ പറഞ്ഞു. In human beings, okay, human beings-ന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ചോ. മസിൽ സെൽസ് ഉണ്ട്. മസിൽ സെൽസ് are going to contract and relax. മസിൽ സെൽസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് മൂവ്മെന്റ് നടക്കുന്നത്. മസിൽ സെൽസ് are not bothered about the digestion of chapati. nerve cells അല്ലെങ്കിൽ ന്യൂറോൺസ് എടുത്തു എന്ന് വിചാരിച്ചോ. ന്യൂറോൺസിന്റെ എന്ത് ഫങ്ഷൻസ് അല്ല, മസിൽ സെൽസിന്റെ ഫങ്ഷൻസ് എന്താണ്? കോൺട്രാക്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക, സോ ദാറ്റ് മൂവ്മെന്റ് ഓഫ് ദ ബോഡി cells happen. nerve cells അല്ലെങ്കിൽ ന്യൂറോൺസ് എന്താ ചെയ്യാ? അവര് മെസ്സേജ് ക്യാരി ചെയ്യും. അതായത് അതിരതിന്റെ തലയിൽ ഞാനൊരു കൊട്ട് കൊടുത്താൽ അതിരതിന് മനസ്സിലാവും തലയിൽ കൊട്ട് വന്നു എന്ന്. വൈ? ഈ പറഞ്ഞതുപോലെ nerves are going to carry the കൊട്ടിന്റെ വേദന ടു യുവർ ബ്രെയിൻ. കൊട്ടിന്റെ വേദന ടു യുവർ ബ്രെയിൻ. ഓക്കെ. അപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ സാഗറിന് ഒരു കുത്തുകുത്തി വെച്ച, കയ്യിൽ ഒരു കുത്തുകുത്തി, പേന വെച്ചിട്ട് ഒരു കുത്തുകുത്തിയ, ഈ പെയിൻ എന്ന് പറയുന്നത് ബ്രെയിൻ വരെ എത്തി. ഓക്കെ. ബ്രെയിൻ വരെ എത്തുമ്പോഴത്തേക്കും സാഗറിന് തിരിച്ചൊരു മെസ്സേജ് വരും, കൈ മാറ്റ്. automatically you change your കയ്യ്. ഓക്കെ. അപ്പൊ ദീസ് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ തൊട്ട് ബ്രെയിൻ വരെ പോവണ്ടേ അൾട്ടിമേറ്റ്ലി. ദാറ്റ് ഈസ് ബീങ് ഡൺ ബൈ ദ നെർവ് സെൽസ്. അതേപോലെ തന്നെ ബ്ലഡ് ഫ്ലോ. അപ്പൊ ബ്ലഡിന്റെ പണി എന്താ? ബ്ലഡ് ഇസ് ഗോയിങ് ടു help in the transport. നമ്മളെ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ആയിട്ട് സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ നിങ്ങൾ കഴിക്കുന്ന ചപ്പാത്തി is going to be digested. ചപ്പാത്തി is going to be digested. ഓക്കെ. ഈ ഡൈജസ്റ്റഡ് ഫുഡ് അൾട്ടിമേറ്റ്ലി ഡൈജസ്റ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും it has to reach throughout the body.
അല്ലെ? ത്രൂ ഔട്ട് ദ ബോഡി ഇവിടെ ഫുൾ ആൻഡ് ഫുൾ എത്തണം. അതെങ്ങനെയാ എത്തുന്നത്? നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടുള്ള സാധനമാണ്. ഇവിടെ ഡൈജസ്റ്റ്, ഇവിടെയാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും ബ്രെയിൻ വരെ എത്തണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഇസ് ഗോയിങ് ടു ക്യാരി ദാറ്റ്. ബ്ലഡിന്റെ ഫംഗ്ഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ. It's not just food it transports oxygen, it transports food, it transports hormones. Okay, പല തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. You are going to study about that in your 10th standard. And waste materials, carbon dioxide, urea പോലത്തെ പല waste materialsും നമ്മളെ എലിമിനേറ്റ് ചെയ്യുന്നത്. It is with the help of, ഇപ്പൊ തലയിൽ കുറെ waste materials ഉണ്ട്, ആ waste materialsനെ കിഡ്നി വരെ ബ്ലഡ് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ടിഷ്യൂ, അപ്പൊ ഇതാണ് ബ്ലഡിന്റെ പണി. അപ്പൊ കണ്ടു, ഇഫ് യു സീ ഓരോരോ ആൾക്കാരും വേറെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നേ എന്ന് പറയാം. So there are multiple kinds of tissues out there. All right, tissues, ipo human blood, humans inde കാര്യത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ blood is a kind of tissue. Blood is a kind of tissue. We have muscular tissue. Muscular tissue is there. ഇതൊക്കെ നമ്മൾ പഠിക്കും ട്ടോ. ഇതൊക്കെ just a brief introduction മാത്രം. Nerve tissues are there. Nerve tissues. അങ്ങനെ കുറേ type of tissues ഉണ്ട്. കുറേ type of tissues ഉണ്ട്. We are going to study all those things. അതേ സമയം ഇപ്പൊ പ്ലാന്റ്സിൽ, ഇതിപ്പോ ആനിമൽ ടിഷ്യൂന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പ്ലാന്റ് ടിഷ്യൂല് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്ലാന്റ് ടിഷ്യൂല് അഗൈൻ സൈലം, ഫ്ലോയം എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ടിഷ്യൂസ് ആർ ദെയർ ഇൻ പ്ലാന്റ്സ്. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഓൾ ദീസ് ടിഷ്യൂസ് ഇൻ ഡീറ്റെയിൽ. അപ്പൊ ഈ ടിഷ്യൂനെ പറ്റി പഠിക്കണേന് എന്താ പറയാ? സ്റ്റഡി ഓഫ് ടിഷ്യൂനെ പറ്റിയിട്ട് എന്താ പറയാ? ഹിസ്റ്റോളജി. Histology is the study of tissues. But coming again, what is a tissue? Tissue means it is a group of cells. Group of cells. They are similar in structure and have same origin. Have same origin എന്ന് പറഞ്ഞാൽ അവർ വന്നിരിക്കുന്നത് ആരിൽ നിന്നാണോ വന്നിരിക്കുന്നത് അത് സെയിം ആണ്. ഒരു ഏതെങ്കിലും അവരുടെ ടിഷ്യൂന്റെ ഉത്ഭവസ്ഥാനം, അതായത് ഒറിജിൻ ഇസ് ഗോയിങ് ടു ബി സെയിം ഫ്രം വേർ ദേ കെയിം ഫ്രം. ആൻഡ് ദേ വർക്ക് ടുഗെദർ എന്തിനു വേണ്ടിയിട്ടാ? ടു പെർഫോം സിമിലർ ഫംഗ്ഷൻ. സിമിലറിന്റെ ഷോർട്ട് ഫോം ഇങ്ങനെയാണ്. സിമിലർ ഫംഗ്ഷന്റെ ഷോർട്ട് ഫോം FN ആണ്. സിമിലർ ഫംഗ്ഷൻ. ഇതാണ് ടിഷ്യൂന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ കുട്ടികളെ? ടിഷ്യൂ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ. ദേ ഹാവ് സിമിലർ സ്ട്രക്ചർ, ദേ ഹാവ് സെയിം ഒറിജിൻ ആൻഡ് ദേ വർക്ക് ടുഗെദർ ടു പെർഫോം സിമിലർ ഫംഗ്ഷൻ. ഇത്രയൊന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. ഈ പേജ് ഫസ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഇതാണ് റെഡ് ബ്ലഡ് സെല്ല്, ഇതാണ് നെർവ്സിന്റെ സെല്ല്, എല്ലാം കൂടി ചേർന്നിട്ടാണ് അൾട്ടിമേറ്റ്ലി നെർവ്സ് ഉണ്ടാവണേ. ഓക്കെ, നൗ കമ്മിങ് ടു ഇമ്പോർട്ടൻസ് ഓഫ് ടിഷ്യൂ. എന്തുകൊണ്ട് ഈ ടിഷ്യൂ പറയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടിഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ ഉള്ളത്. ഓക്കെ, ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ചെയ്യേ, ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് there is a division, right? വീട്ടിൽ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെങ്കിൽ ഓക്കെ, കുട്ടികൾ എല്ലാവരും തുണി മടക്കി വെക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ അതിരത് വീട്ടിൽ കുക്ക് ചെയ്യും. സേ ഫറയുണ്ട്, ഫറ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചോണ്ട് വരും. അതേപോലെ തന്നെ എപ്പോഴും അതിങ്ങനെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചാ, അല്ലെങ്കിൽ ഇപ്പൊ ദിയ എന്താ ചെയ്യാ, എന്നും അടിച്ചു വാരി തുടയ്ക്കും. അങ്ങനെ there is a division of labor ഉണ്ട് വിചാരിച്ചു. ദീസ് തിങ്സ് ആ ഒരു കാര്യം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ദിയ എന്നും അടിച്ചു വാരി തുടച്ചു എന്ന് വിചാരിച്ചോ, now you are going to be very much expert in that. അല്ലെ, ദിയയുടെ കൈയിന്റെ മസിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ടാവും, ദിയക്ക് എനർജി ആ സമയത്ത് കൂടുതൽ ഉണ്ടാവും. യുവർ ബോഡി വിൽ ആക്ച്വലി adapt itself for that particular function. അതേപോലെ തന്നെയാണ് സ്റ്റൊമക്കിന്റെ കാര്യത്തിൽ. ഇറ്റ് വിൽ അഡാപ്റ്റ് ഇറ്റ്സെൽഫ്. അതിന്റെ സെല്ലിന്റെ രൂപങ്ങള്, അതിന്റെ സ്ട്രക്ചറിൽ ഒക്കെ കുറേ ചേഞ്ചസ് ഉണ്ടാവും. ദിസ് ഇസ് ഗോയിങ് ടു ടേക്ക് millions of years for that kind of change to happen. പക്ഷേ it would have
have happened in order to suit itself to that particular function. കുറേ ചേഞ്ചസ് ആ പെർട്ടിക്കുലർ ടിഷ്യൂ കൊണ്ടുവരാൻ പറ്റും. സോ ടിഷ്യൂ കാരണമാണ് അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരാൻ പറ്റുന്നത്. സോ ടിഷ്യൂസ് ഈ പറയുന്നത് പോലെ ടിഷ്യൂസിന് എന്താണ് ഗുണം? സെല്ല് 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 ദേ കം ടുഗെദർ ടു ഫോം എ ടിഷ്യൂ. ടിഷ്യൂ ബ്രിങ്സ് about division of labor. Okay, division of labor. Tissue is going to be organized to form organs, and organs but tissues ആണ് organs ആയിട്ട് മാറുന്നത്. organs ആണ്. അപ്പൊ heart എന്ന് പറഞ്ഞിട്ട് ഒരു organ എടുത്തു എന്ന് വിചാരിച്ചോടാ കുട്ടികളെ. ഹാർട്ട് എന്ന ഒരു ഓർഗൻ നമ്മൾ എടുത്താ ഹാർട്ടില് മസിൽസ് ഉണ്ട്, ഹാർട്ടില് നെർവ്സ് ഉണ്ട്, മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പല ടൈപ്പ്. അതേപോലെ തന്നെ കുറെ ബ്ലഡ് പോലത്തെ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്, ബ്ലഡ് പോലത്തെ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ദീസ് ആർ ഓർഗൻസ്, ദീസ് ആർ ടിഷ്യൂസ്, these are tissues. And heart എന്ന് പറയുന്ന എന്തിന്റെ പാർട്ടാണ്? സർക്കുലേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട്? ഹാർട്ട് ഉണ്ട്, അതേപോലെ തന്നെ വെസൽസ് ഉണ്ട്, അതുപോലെ കുറെ സാധനങ്ങളുണ്ട്, ലിംഫ് ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്. ഓർഗൻസ് ആർ ഗോയിങ് ടു ജോയിൻ ടുഗെദർ ടു ഫോം ഓർഗൻ സിസ്റ്റംസ്. ഓർഗൻ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ പല പല ഓർഗൻ സിസ്റ്റംസ് ആണ്. ആൻഡ് കുറെ ഓർഗൻ സിസ്റ്റംസ് ഒന്നിച്ചിട്ടാണ് ഓർഗാനിസം എന്ന് പറയുന്ന സംഭവം ആയിട്ട് മാറുന്നത്. സോ വർക്ക് ലോഡ്, അപ്പൊ ഓരോരോ ഇൻഡിവിജ്വൽ സെല്ലിന്റെയും വർക്ക് ലോഡ് ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യും. കാരണം ഡൈജഷൻ ഒരാളെ ചെയ്യണ, റെസ്പിറേഷൻ വേറെ ഒരാളെ ചെയ്യണ, ഓരോരോ സെല്ലിനും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇല്ല. ആസ് എ റിസൾട്ട് ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻ ഭയങ്കര എഫിഷ്യൻസി ആയിരിക്കും. കട്ട ഓർഗനൈസ്ഡ് ആണ് എല്ലാ സംഭവവും. സോ ഹൈ എഫിഷ്യൻസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ എഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ സർവൈവൽ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, സോ അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു എന്തുകൊണ്ടാണ് പ്ലാന്റ് ടിഷ്യൂ, അനിമൽ ടിഷ്യൂ, നമ്മൾ രണ്ടെണ്ണാണ് പഠിക്കാൻ പോകുന്നത്, പ്ലാന്റ്സിന്റെ അനിമൽ ടിഷ്യൂ. ദേ ആർ ഭയങ്കര ഡിഫറെന്റ് ആണ്, അജഗജാന്തര വ്യത്യാസമാണ് രണ്ടുപേരും തമ്മിൽ. അതെന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം ഉള്ളത്? ഒരെണ്ണം പ്ലാന്റ് എന്ന് പറയുന്നത് ദേ ആർ സെഡന്ററി എക്സിസ്റ്റൻസ്, ഒരിടത്ത് നിന്ന് ആ നിപ്പാണ് പ്ലാന്റ്സിന് എന്ന് പറയുന്നത് അല്ലെ. ദേ ഡോണ്ട് മൂവ് എബൌട്ട്. അപ്പൊ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഓട്ടോട്രോപ്സ് ആണ്, അത് രണ്ടാമത്തെ ഏറ്റവും മേജർ പോയിന്റ് ഓട്ടോട്രോപ്സ് ആണ്. ഓട്ടോട്രോപ്സ് മീൻസ് വാട്ട്? अपना अपना फूड अपना अपना बनाएंगे. ओके, രണ്ട് സെഡന്ററി, സെഡന്ററി മീൻസ് ദേ ഡോണ്ട് മൂവ് എബൌട്ട്, സെഡന്ററി എക്സിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവർക്ക് തനിയെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ അതിനനുസരിച്ചിട്ടുള്ള കുറെ ചേഞ്ചസ് ഉണ്ട്. ഇത് അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഹെട്രോട്രോപ്പ് ആണ്. അപ്പൊ ഞാൻ പറയാം, ഹെട്രോട്രോപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ഭക്ഷണം. സോ ഇറ്റ് ഹാസ് ടു റൺ എറൗണ്ട് അല്ലെ. മറ്റേ പുലിക്കാണെന്നുണ്ടെങ്കിൽ മാനിനെ പിടിക്കാൻ ഓടണം, മാനിന് പുലിയിൽ നിന്നും ഓടണം. സോ ഈ ഓടുന്നതിനനുസരിച്ചിട്ടുള്ള ടിഷ്യൂസ് വേണം അല്ലെ, അതേപോലത്തെ ഡൈജസ്റ്റീവ് സിസ്റ്റം വേണം. അതേസമയം പ്ലാന്റ്സിന് അങ്ങനെയല്ല. അപ്പൊ ഇതിന് ദേ മൂവ് എബൌട്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പൊ ഈ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരിടത്ത് നിൽക്കുകയാണ് ചെയ്യുക. ഒരു ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് is actually staying around a particular place. So it requires structural strength. It requires structural strength. Strength വേണം. ഇപ്പൊ സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് ലൈവ് സപ്പോർട്ട് ആവശ്യമുണ്ടെന്നില്ല, ലൈവായിട്ട് തന്നെ ലിവിങ് സാധനം തന്നെ വേണമെന്നില്ല. സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് നമ്മളെ എന്താ ചെയ്യുന്നത്? ചുമ്മാ ബ്രിക്ക് പോലത്തെ സാധനം മതി, നോൺ ലിവിങ് ആയിട്ടുള്ള സാധനം മതി. സോ മോസ്റ്റ് ഓഫ് ദ ടിഷ്യൂ are dead tissues because they just provide structural strength. But most of the tissue in animals are living tissue. Most of the tissue in animals are living tissue because they have to move about, they have to use energy, and ആ എനർജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ല് എന്ന് പറയുന്നത് ലിവിങ് ആയിരിക്കണം. അപ്പൊ ഒന്നും കൂടി ഓരോന്നായിട്ട് നോക്കാം. പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഓട്ടോട്രോപിക് ആൻഡ് ദേ ഡു നോട്ട് മൂവ്. ഈ രണ്ടെണ്ണത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പ്ലാന്റ്സിന്റെ ഒരു സ്ട്രക്ചർ ഡിസൈഡ് ആയേക്കണം. അപ്പൊ പ്ലാന്റ് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എനർജി മതി, വളരെ കുറച്ച് എനർജി മതി. ഏറ്റവും
ഏറ്റവും ഇമ്പോർട്ടന്റ്ലി അപ്പൊ പ്ലാന്റിന്റെ ടിഷ്യൂവിന് എന്താ ചെയ്യേണ്ടത്? എനർജി കൊടുക്കലല്ല ചെയ്യേണ്ടത്, അവർക്ക് ചെയ്യേണ്ടത് സപ്പോർട്ടിങ് പണിയാണ്. അതായത് അവർക്ക് സ്ട്രക്ചറൽ സ്ട്രെങ്ത് കിട്ടണം എന്നുള്ള പണിയാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. സോ മോസ്റ്റ് ടിഷ്യൂ ഓഫ് ദ പ്ലാന്റ്, ഏറ്റവും വലിയ ടിഷ്യൂസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ടിഷ്യൂസ് എന്തൊക്കെയാ? സൈലത്തിനെ പറ്റി കുറച്ച് കഴിയുമ്പോൾ പഠിക്കും, ഫ്ലോയത്തിനെ പറ്റി പഠിക്കും, സ്ക്ലീറൻ കൈമ, കോർക്ക് ഒക്കെ പഠിക്കും. നമ്മളെ കോർക്ക് പഠിക്കില്ല, സ്ക്ലീറൻ കൈമ പഠിക്കും. ഇതെല്ലാം ഡെഡ് ടിഷ്യൂസ് ആണ്, ഒന്നിനും ജീവനില്ല, പക്ഷെ ഭയങ്കര സ്ട്രെങ്ത് ആണ്. സ്ക്ലീറൻ കൈമ എന്നൊക്കെ പറയുന്ന ടിഷ്യൂസ് ഉണ്ടല്ലോ, നമ്മുടെ ചകിരി, നമ്മുടെ തേങ്ങയുടെ ചകിരി, ഓൾ ദോസ് തിങ്സ്. ഓക്കെ, വുഡ് എന്ന് പറയുന്നത് സൈലമാണ്, സൈലം, വുഡ്, ആക്ച്വൽ വുഡ് നമ്മൾ എടുക്കില്ലേ, അതൊക്കെ സൈലമാണ്. ഓക്കെ, ദേ ആർ ഡെഡ് ടിഷ്യൂസ്, മേജർലി ദേ ഹാവ് ഡെഡ് ടിഷ്യൂസ്. അതേസമയം അനിമൽസിൽ എങ്ങനെയാണ് കുട്ടികളെ? ദേ ആർ ഹെറ്ററോട്രോപിക്. What is meant by heterotrophs? You depend on another organism for your food. Or organism depend ചെയ്യേണ്ടത്. Okay, now coming to move. അപ്പൊ ഈ അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് രണ്ട് കാര്യങ്ങൾ? ഹെറ്ററോട്രോപ്സ് ആണ്. അടുത്തത് they move about എന്നുള്ളതുണ്ട്. സോ എന്തിനു വേണ്ടിയിട്ടാണ് മൂവ് ചെയ്യണേ? ഫുഡിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യും, മീറ്റിന് വേണ്ടിയിട്ട്, അതായത് എണ്ണ ചേരാനായിട്ട് മൂവ് ചെയ്യും, ഷെൽട്ടറിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യും. ഇതിനൊക്കെ മൂവ്മെന്റ് ഉണ്ട്. സോ മൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനർജി വേണം, എനർജി വേണമെന്നുണ്ടെങ്കിൽ റെസ്പിറേഷൻ. If you need energy, if you need to move, okay, നമുക്ക് തുടങ്ങാം. മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജി വേണം, എനർജി വേണമെങ്കിൽ റെസ്പയർ ചെയ്യണം, റെസ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ all the cells and tissues have to be living. മനസ്സിലായോ? ഓക്കെ, ഇതാണ് അനിമൽസിന്റെ ടിഷ്യൂസിന്റെ ഉണ്ടാവാൻ, ഇത് എല്ലാം ലിവിങ് ആവാനും. ഇൻഫാക്ട് പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ കുട്ടികളെ? ഒരു റൗണ്ട് വായിച്ചേ എല്ലാവരും, രണ്ടും വായിച്ചേ. അപ്പൊ ഇതിൽ തന്നെ ഒരെണ്ണം എന്താന്ന് വെച്ചാൽ, ഇനിയൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സും അനിമൽസും തമ്മിലുള്ള ഇനിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പ്ലാന്റ്സ് നമ്മൾ നോക്കിയുണ്ടല്ലോ, ദേ ആക്ച്വലി ഗ്രോ ത്രൂ ഔട്ട് ദിയർ ലൈഫ്, ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ദേ ഡിവൈഡ്. അപ്പൊ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യണം? അവരുടെ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം, സോ അവരുടെ ടിഷ്യൂസ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ദേ ഡിവൈഡ് ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ത്രൂ ഔട്ട് ദിയർ ലൈഫ്. ഓക്കെ, സോ ഈ അതിന്റെ ബേസിസിൽ ഡിവിഷൻ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ടിഷ്യൂസിനെ ക്ലാസിഫൈ ചെയ്യേണ്ടി. ഇത് തൽക്കാലം നമുക്ക് ഇപ്പൊ പഠിക്കേണ്ട, നെക്സ്റ്റ് സ്ലൈഡിൽ, നെക്സ്റ്റ് അങ്ങോട്ട് ഇനി പഠിക്കാണ്ട്. അതേസമയം അപ്പൊ ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രോത്ത് ഓരോരോ റീജിയൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആണ്. ഓക്കെ, പ്ലാന്റിന്റെ ഗ്രോത്ത്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ആനിമൽ എടുത്തു എന്ന് വിചാരിച്ചോ, ആനിമൽസിന്, അതായത് ഇപ്പൊ ഒരു ഹ്യൂമൻ ബീങ് എടുത്തു എന്ന് വിചാരിച്ചോ, അതിലതൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കും. ദിയ വീഡിയോ ഓൺ ചെയ്തിരിക്കൂ. ഡാൻ, സാഗർ, യാ. അപ്പൊ ആനിമലിനെ എടുത്തു എന്ന് വിചാരിച്ചു. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഭഗത്തിനെ എടുത്തു എന്ന് വിചാരിച്ചോ, ഭഗത്തിന്റെ തല മാത്രം വലുതായി വന്നു എന്ന് വിചാരിച്ചോ, ഹൗ ബാഡ് വിൽ ഇറ്റ് ദാറ്റ് ബി? അല്ലെ, ഭഗത്ത് ഇത്രയായിരുന്നു, അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും എല്ലാം യൂണിഫോംലി വലുതായി, അല്ലെ. അപ്പൊ അനിമലിനെ സംബന്ധിച്ചിടത്തോളം there is a uniform growth, and after a certain stage there is no growth. അതേസമയം പ്ലാന്റ് അങ്ങനെയല്ല. ഇങ്ങനെ ഒരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്ലാന്റ് ഉണ്ട് എന്ന് വിചാരിച്ചോ, പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് there are certain regions. ഇപ്പൊ സേ ഒരു കുഞ്ഞു ചെടി, ഒരു കുട്ടി ചെടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സേ ഇതാണ് ഒരു കുട്ടി ചെടി. ഓക്കെ, ഈ ഇങ്ങനെ കുറെ ബ്രാഞ്ചസും ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ടിപ്സില് ഗ്രോത്ത് കൂടുതലായിരിക്കും, റൂട്ടിന്റെ ടിപ്സില് ഗ്രോത്ത് കൂടുതലായിരിക്കും. ഓക്കെ, റൂട്ടിന്റെ ടിപ്സില് ഗ്രോത്ത് കൂടുതലായിരിക്കും, പക്ഷെ നടുക്കുള്ള റീജിയനിലെ ഗ്രോത്ത് കുറവായിരിക്കും. ദേ ഹാവ്, ഓക്കെ, ഓരോരോ റീജിയൻസ് ആർ ഗോയിങ് ടു ഹാവ് ഡിഫറെന്റ് കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ. ഡിഫറെന്റ്ലി ആയിരിക്കും അവരെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടിഷ്യൂസിന് വേറെ വേറെ പേരുകൾ ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ? ഗ്രോത്ത് ഇൻ അനിമൽസ് ഇസ് യൂണിഫോം ആൻഡ് ദർ ഇസ് നോ ഡിമാർക്കേഷൻ ബിറ്റ്വീൻ ഡിവൈഡിങ് ആൻഡ് നോൺ ഡിവൈഡിങ് റീജിയൻസ്. അതേസമയം പ്ലാന്റ്സിന് ഓരോരോ സ്ഥലത്തും ഡിവൈഡിങ്ങും നോൺ ഡിവൈഡിങ്ങും വ്യത്യാസമാണ്. ചില സ്ഥലങ്ങൾ ഡിവൈഡ് ചെയ്യും, ചില സ്ഥലങ്ങൾ ഡിവൈഡ് ചെയ്യില്ല. സോ ദർ ഇസ് എ ക്ലിയർ ഡിമാർക്കേഷൻ ബിറ്റ്വീൻ ഡിവൈഡിങ് ആൻഡ് നോൺ ഡിവൈഡിങ് സോൺസ് ഇൻ ആസ് ഫാർ ആസ് പ്ലാന്റ്സ് ആർ കൺസേൺ. പക്ഷെ
animals-ന് there is no demarcation. എല്ലാ ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാവരും യൂണിഫോം ആയിട്ട് ഡിവൈഡ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഗ്രോത്ത് നിൽക്കും. അപ്പൊ ആരും അങ്ങനെ ഇങ്ങനെ ഒന്നും ഡിവൈഡ് ചെയ്യില്ല. അൺലെസ് നിങ്ങളുടെ കൈ മുറിഞ്ഞു, അവിടെ നമുക്ക് കൈ തിരിച്ച് ഒട്ടിക്കണം എന്നല്ലല്ലോ പറയാ, ആ മുറിവ് ഉണങ്ങണം അല്ലെ. ആ മുറിവ് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ ന്യൂ സെൽസ് ഹാവ് ടു ബി ഫോംഡ്. അതിന് ഡിവിഷൻ നടക്കും. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും മിക്ക സ്ഥലങ്ങളിലും ഡിവിഷൻ നടക്കാറില്ല ആഫ്റ്റർ എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. ഇതും കൂടി വായിച്ചാലോ കുട്ടികളെ, വേഗം വായിച്ചേ. പ്ലാന്റ് ടിഷ്യൂ, ആനിമൽ ടിഷ്യൂ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ പ്ലാന്റ് ടിഷ്യൂനെ നമുക്ക് ആദ്യം കാണാതെ പഠിക്കാം. ഓക്കെ. പ്ലാന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേജർലി ബേസ്ഡ് ഓൺ ഇറ്റ്സ് കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ. ഡിവൈഡിങ് കപ്പാസിറ്റി, ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അനുസരിച്ചിട്ട്. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഹാവ് ഡിവൈഡിങ് കപ്പാസിറ്റി. ഓക്കെ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഹാവ് ഡിവൈഡിങ് കപ്പാസിറ്റി. Permanent tissue do not have dividing capacity. Okay. So based on the dividing capacity, plant tissues in നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനന്റ് ടിഷ്യൂ എന്തിനനുസരിച്ചിട്ടാ? നമ്മുടെ ടിഷ്യൂവിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചിട്ട്. ഓക്കെ. Now മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ based on the location, based on എവിടെയാ ചേട്ടനെ കാണണേ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ എവിടെയാ കാണണേ, അതിനനുസരിച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കും. ഏപ്പിക്കൽ മെരിസ്റ്റം ഓൺ ദ ടിപ്സ്. ഓക്കെ. ഇന്റർ കാലറി മെരിസ്റ്റം നമുക്ക് പഠിക്കാം, അതിന്റെ ലൊക്കേഷൻ എന്തൊക്കെയാന്ന് പഠിക്കാം. ഏപ്പിക്കൽ മെരിസ്റ്റം ആണ് ഏറ്റവും ഈസി, മറ്റേത് കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ. സോ ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ഏപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ഞാൻ ഇപ്പൊ തന്നെ കാണിക്കാം എന്താണെങ്കിലും. ഇന്റർ കാലറി മെരിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർ കാലറി ഞാൻ പറഞ്ഞു. ഇത് നോക്കിക്കോ, രണ്ടെണ്ണം ഉണ്ട്, ഇത് നോക്കിക്കോ, ഒരു മിനിറ്റ്. ഇന്റർ കാലറി മെരിസ്റ്റം ഉണ്ട്, ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്. എന്റെ കുട്ടികളെ ഇത് നോക്കിക്കോ, ഇത് ഒരു ലീഫ് വരുന്നത് ഒരു നോഡ് ആണെന്ന് വിചാരിച്ചത്. പോയിന്റ് വേർ എ ലീഫ് ഓർ ബ്രാഞ്ച് അറൈസസ് ഇസ് എ നോഡ്. ഓക്കെ. പോയിന്റ് വേർ ദ ലീഫ് ഓർ ബ്രാഞ്ച് അറൈസസ് ഇസ് എ നോഡ്. ഇവിടെ ഒരു നോഡ് ഉണ്ട്, ഇവിടെ ഒരു നോഡ് ഉണ്ട്. അതിന്റെ ഇടയിൽ, ഈ ലീഫിന്റെ അടുത്ത് അല്ലെങ്കിൽ ലീഫിന്റെ അടുത്ത്, ഇതിന്റെ ഇടയിൽ കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ടിഷ്യൂനെയാണ് ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയാം. Intercalary meristem. So it is seen between the nodes. അതേസമയം ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഇതൊരു ചെടിയാന്ന് വിചാരിച്ചോ. ഇങ്ങനെ ഒരു ചെടിയുണ്ട്. ദിസ് ഇസ് എ ചെടി. അല്ലേ, ദിസ് ഇസ് എ ചെടി. ഇതിനെ ഞാൻ ഇങ്ങനെ വെട്ടി, എന്നിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ ഞാൻ എടുത്തിട്ട് തിരിച്ച് കാണിച്ചാ മൈ ലാറ്ററൽ മെരിസ്റ്റം ഇസ് ഗോയിങ് ടു സറൗണ്ട്. ഇങ്ങനെ ഉള്ള സർക്കംഫറൻസില് ലാറ്ററൽ മെരിസ്റ്റം എങ്ങനെ ഉണ്ടാവും? ലാറ്ററൽ മെരിസ്റ്റം ഇങ്ങനെ ഉണ്ടയായിട്ട് ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ഇങ്ങോട്ടും വളരും. എങ്ങോട്ടൊക്കെ വളരും ലാറ്ററൽ മെരിസ്റ്റം? പുറത്തോട്ടും വളരും, അതേപോലെ അകത്തോട്ടും വളരും. അപ്പൊ ഈ ചെടിയുടെ തടി കൂടി വരും. മനസ്സിലായോ? ഗുണ്ടുമായിട്ട് വരും. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ഫോം എ wooded മരം പോലെ ആവുന്നത്, തടി കൂടുന്നത്, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ലാറ്ററൽ മെരിസ്റ്റം. മനസ്സിലായോ? ഗേർത്ത് കൂടുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ലാറ്ററൽ മെരിസ്റ്റം. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. പക്ഷേ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിക്കേണ്ടേ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കാം. പ്ലാന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പ്ലാന്റ് ടിഷ്യൂനെ എങ്ങനെയാ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക? ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് കപ്പാസിറ്റി ടു ഡിവൈഡ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആൻഡ് പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഹാസ് എ കപ്പാസിറ്റി ടു ഡിവൈഡ്. Permanent tissue does not have, unless circumstance അനുസരിച്ചിട്ടേ ഡിവൈഡ് ചെയ്യുള്ളൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. എന്തിനനുസരിച്ചിട്ടാ? ലൊക്കേഷൻ അനുസരിച്ചിട്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്തൊക്കെയാ ഉള്ളത്? ഏപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം, അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ലാറ്ററൽ മെരിസ്റ്റം. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞത്, ഇപ്പൊ കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ, ലാറ്ററൽ മെരിസ്റ്റം. പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ എന്തൊക്കെ സെൽസ് ഉണ്ട്. ഒരു ടൈപ്പ് ഓഫ് സെല്ലാണോ, മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് സെല്ലാണോ? ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സെൽസ് ആണ്. എത്ര ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ഉണ്ട്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ തന്നെ പല ടൈപ്പ് ഉണ്ട്. പാരന്റ്
parenchyma, collenchyma, sclerenchyma, parenchyma, collenchyma, sclerenchyma, parenchyma, collenchyma, sclerenchyma. Simple permanent tissue. Complex permanent tissue രണ്ടെണ്ണം, xylem and phloem. Complex permanent tissue, xylem and phloem. ഒന്നുകൂടി നമുക്ക് നോക്കാം. പ്ലാന്റ് ടിഷ്യൂസ് രണ്ട് ടൈപ്പ് ഉണ്ട്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഏപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ്, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ പാരൻകൈമ, ഇത് സ്ട്രക്ചർ അനുസരിച്ചിട്ട് എന്തൊക്കെ സെൽസിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടും ഫംഗ്ഷൻ അനുസരിച്ചിട്ടുമാണ് ഇവിടെ ഡിഫറൻസ് വരിക. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഓക്കെ. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ majorly divided into xylem and phloem. ഒരു റൗണ്ട് ഓർമ്മയില്ലത് കാണാതെ എഴുതിയിട്ട് വീണ്ടും